നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പട്ടയത്തിനുള്ള വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ എല്ലാ ഭൂമിയും ഡിജിറ്റലായി അളക്കുമ്പോൾ അത്യാധുനികമായിട്ടുള്ള സർവേ ഉപകരണങ്ങൾ അതിനു വേണ്ടി വേണം എന്ന് ആലോചിച്ചു. എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ പൂർണ്ണതോതിലാകുന്നതോടെ ഭൂമി കൈമാറ്റത്തിലെ തർക്കങ്ങൾ ഇല്ലാതാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. പുറക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുജനാരോഗ്യം എന്നത് ഒരു അജണ്ടയില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഹോമിയോപ്പത്സ് കേരളയുടെ 107ാമത് സംസ്ഥാന ശാസ്ത്ര സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് PP ചിത്തരഞ്ജൻ MLA. പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതി വഴി 566 വീടുകൾ നിർമ്മിച്ച് നൽകിയതായും MLA. വാർത്തകൾ വിശദമായി. പട്ടയത്തിനുള്ള വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അജണ്ടയായിരുന്നു. ആ അജണ്ട കേരളത്തിൽ അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമകരമായ പരിശ്രമത്തിന് നേതൃത്വം നൽകണം എന്നാണ്. 2025 നവംബർ 1 പ്രത്യേകത, കേരളത്തിൽ നവംബർ 1 പിറക്കുന്ന ദിവസം ലോകത്തിന്റെ തലയ്ക്കുമീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര പ്രകാശത്തോടെ പ്രകാശിച്ചാലും കേരളത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ അതിദരിദ്രരായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്നതാണ് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ മേഖലകളിലും പുത്തൻ ഉണർവും അവസരങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റ് അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യം ഭവനരഹിതരില്ലാത്ത ഭൂരഹിതരില്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ നേരത്തെ HSLM സൂചിപ്പിച്ചതുപോലെ ഈ ചെറിയ കാലയളവിനകത്ത് 4,09,995 കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായ പട്ടയ വിതരണം അത് സമാനതകളില്ലാത്ത വിധം ഇപ്പോഴും മുന്നേറുകയാണ്. പട്ടയം നൽകുന്നതിനുള്ള വരുമാന പരിധി നിലവിലെ 1 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെയും പട്ടയ വിതരണത്തിന്റെയും ഉദ്ഘാടനവും ആലപ്പുഴ പടിഞ്ഞാറ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭൂരഹിതർ ഇല്ലാത്ത കേരളം എന്ന നയത്തിന്റെ ഭാഗമായി 4,09,998 പട്ടയങ്ങൾ ഇതിനോടകം വിതരണം ചെയ്തു. ഇതുവരെ ലൈഫ് മിഷൻ പദ്ധതി വഴി 4,50,000 വീടുകൾ നിർമ്മിച്ചു നൽകി. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ വീടുകളുടെ എണ്ണം 5.25 ലക്ഷത്തിൽ എത്തിക്കും. സംസ്ഥാനത്ത് 632 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി കഴിഞ്ഞു. ഇതിനോടകം അമ്പലപ്പുഴ മണ്ഡലത്തിൽ പഴവീട് വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കുന്നതിന് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലപ്പുഴ വലിയകുളം മൈതാനിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ HSLM MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷ PSM ഹുസൈൻ, സ്ഥിരസമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, R വിനിത, മറ്റ് കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ പൂർണ്ണതോതിലാകുന്നതോടെ ഭൂമി കൈമാറ്റത്തിലെ തർക്കങ്ങൾ ഇല്ലാതാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുറക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളുടെ ഭൂമി സംബന്ധമായ സേവനങ്ങൾ സമന്വയിപ്പിച്ച് എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ നിലവിൽ വരികയാണെന്നും അതോടെ ഭൂമി കൈമാറ്റത്തിന്റെ എല്ലാ തർക്കങ്ങൾക്കും അവസാനമാകുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുറക്കാട് പഞ്ചായത്തിൽ പുതുതായി നിർമ്മിക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന വേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഭൂമി ഡിജിറ്റലായി അളക്കുക എന്ന ആശയത്തിലേക്ക് എത്തുകയും അത്യാധുനികമായ സർവേ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കേരളത്തിന്റെ ഡിജിറ്റൽ റീസർവേ 2 വർഷക്കാലം പിന്നിട്ടപ്പോൾ 8 ലക്ഷത്തോളം ഹെക്ടർ ഭൂമി ഡിജിറ്റലായി അടയാളപ്പെടുത്തുവാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പുറക്കാട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അമ്പലപ്പുഴ MLA HSLM അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, വൈസ് പ്രസിഡന്റ് VS മായാദേവി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K രാജീവൻ, VS ജിനുരാജ്, ADM ആശാ C എബ്രഹാം, ഡെപ്യൂട്ടി കളക്ടർ C പ്രേംജി,
തഹസിൽദാർ എസ് അൻവർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിന്റെ എല്ലാ ഭൂമിയും ഡിജിറ്റലായി അളക്കുമ്പോൾ അത്യാധുനികമായിട്ടുള്ള സർവേ ഉപകരണങ്ങൾ അതിനു വേണ്ടി വേണം എന്ന് ആലോചിച്ചു. 27 കോർസ് സ്റ്റേഷനുകൾ, 1500 RTK റോവറുകൾ, 200 RTS മെഷീനുകൾ, 1700 റഗ്ഗഡ് ടാബുകൾ, 4200ഓളം താൽക്കാലിക ജീവനക്കാർ. ഒരുപക്ഷെ ഇന്ത്യയെ അത്ഭുതപ്പെടുത്തിയ ഡിജിറ്റൽ റീസർവേക്ക് കേരളം നേതൃത്വം നൽകി. കേരളത്തിന്റെ ഡിജിറ്റൽ റീസർവേ 2 വർഷക്കാലം പിന്നിട്ടപ്പോ അഭിമാനപൂർവ്വം ഈ നിമിഷം പറയാൻ കഴിയും 8,32,000 ഹെക്ടർ ഭൂമിയും ഏതാണ്ട് 62 ലക്ഷം ലാൻഡ് പാഴ്സലുകളും ഇതിനിടയിൽ 2 വർഷക്കാലം കൊണ്ട് ഡിജിറ്റലായി കേരളത്തിന് അളക്കാൻ കഴിയും. അതിൽ 8 ലക്ഷം വനം അവകാശപ്പെടുന്നതോ സ്വന്തമായിട്ടുള്ളതോ ആണ്. ബാക്കി 27 ലക്ഷം വരുന്ന റവന്യൂ ഭൂമിയിൽ 8.5 ലക്ഷത്തോളം ഹെക്ടർ ഭൂമി അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആകെ ഉള്ള ഭൂമിയുടെ 1/3 2 വർഷക്കാലം കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിഞ്ഞു കേരളത്തിലെ റവന്യൂ വകുപ്പിന്, സർവേ വകുപ്പിന് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തീർന്നില്ല. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന വില്ലേജുകൾ വ്യത്യസ്തമായ ആശയമാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പ് കേരളത്തിന്റെ നിയമസഭയിൽ ഇത്തവണ അവതരിപ്പിച്ച ബില്ലുകളിൽ ഒന്ന് സ്വകാര്യ ഭൂമി അധികമായി ഉണ്ടായാൽ അത് ക്രമവൽക്കരിക്കാൻ എന്തു വഴി എന്നുള്ളതാണ്. കേരളം ഇത്തവണ 23 ബില്ലുകൾ പാസാക്കിയ സഭ. പൊതുജനാരോഗ്യം എന്നത് ഒരു അജണ്ടയല്ലാത്ത കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ഹോമിയോപതി കേരളയുടെ 107ാമത് സംസ്ഥാന ശാസ്ത്ര സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനാരോഗ്യം എന്നത് ഒരു അജണ്ടയില്ലാത്ത കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപതി കേരളയുടെ 107ാമത് സംസ്ഥാന ശാസ്ത്ര സെമിനാറായ വെസ്റ്റ് വെനീസിയ 2025ന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. കോവിഡിന്റെ മരുന്നുകളുടെ റിയാക്ഷനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ആധികാരികമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ ആ കോവിഡ് വാക്സിൻ നടപ്പാക്കിയ കമ്പനി തന്നെ പറഞ്ഞു ഇതിന് നല്ല സൈഡ് എഫക്ട്സ് ഉണ്ട്. ആ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പൊതുജനാരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഒരു അജണ്ടയല്ലാത്തൊരു കാലത്തേക്കാണോ നമ്മൾ പോകുന്നത്? ഞാൻ കേട്ടിടത്തോളം ഈ ചുമയുടെ മരുന്ന് നിർമ്മിക്കുന്ന ഉൽപാദന കേന്ദ്രങ്ങളും നോക്കിയാൽ കണ്ടാൽ അറിയാം അതിന്റെ സ്റ്റാൻഡേർഡ് മാനുഫാക്ചർ. എങ്ങനെ അത്തരം മരുന്നുകൾക്ക് അനുവാദം കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് എത്ര ആലോചിച്ചിട്ട് മറുപടി ഇടുന്നില്ല. അത് കണ്ടാൽ ആ മരുന്ന് നിർമ്മാണ ഫാക്ടറി കണ്ടാൽ ഒരാളും അനുവാദം കൊടുക്കില്ല എന്നാണ് അവിടെ തന്നെ പറയുന്നത്. ചില മരുന്നുൽപാദന കേന്ദ്രങ്ങൾ കണ്ടാൽ എങ്ങനെ അതിന് അനുമതി കൊടുത്തു എന്ന് തോന്നിപ്പോകുമെന്നും കോവിഡിന് മുൻപും അതിനുശേഷവുമുള്ള ആരോഗ്യ വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവകരമായ പഠനം അനിവാര്യമാണെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ IHK സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ് അധ്യക്ഷത വഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് മുഖ്യാതിഥിയായി. ഡോക്ടർ MP ബാബു പാലക്കാട്, ഡോക്ടർ ദിലീപ് കുമാർ ചേർത്തല, ഡോക്ടർ ലിബിൻ ജോബ് എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നയിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മിനി ശ്യാം, സെമിനാർ കൺവീനർ ഡോക്ടർ അശ്വിൻ പണിക്കർ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ KL വിനീത, ഡോക്ടർ അസ്ലം, മറ്റ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ റോട്ടറിയുടെ സഹകരണത്തോടെ പൾസ് പോളിയോ ദിനാചരണ പരിപാടി നടത്തി. പല രോഗങ്ങളിൽ നിന്നും നമുക്ക് ഒരു വിമുക്തി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കേരളം മാറുന്നു. ഇത്രയൊക്കെ നമ്മൾ മുന്നോട്ട് പോയാലും പലപ്പോഴും പല രോഗം, പ്രത്യേകിച്ച് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് പുതിയ രോഗം നമ്മുടെ സൊസൈറ്റിയിൽ വന്നാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നൊരു ജില്ലയാണ്. പക്ഷെ നമ്മളതിനെല്ലാം ഏത് നിലയിലേക്കുള്ള പ്രയാസം വന്നാലും അതിജീവിക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി, ഒരു മെഡിക്കൽ കപ്പാസിറ്റി നമുക്ക് നിശ്ചയമായിട്ടുമുണ്ട്. അതൊരു സംവിധാനങ്ങൾ മാത്രമല്ല, ജനങ്ങളാകെ ചേർന്ന് നിൽക്കുന്ന, ജനങ്ങളാകെ മനസ്സുകൂടി ചേർത്ത് വെക്കുമ്പോൾ അവിടെയെല്ലാം മൈൻഡിൽ അത്തരം പ്രയാസങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കരുത്ത് തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾക്കാകെ വന്നുയർന്നത് കാണാൻ പറ്റും. പോളിയോ വാക്സിൻ കൊടുക്കുന്നതിന് ബസറ എടുക്കുമ്പോൾ ഏറ്റവും മുന്നിൽ കേരളം വരും. അത് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരു പൊതുവായ രീതികൾ നമ്മുടെ സമൂഹത്തിൽ അവലംബിക്കാൻ കഴിയുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഈസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പൾസ് പോളിയോ ദിനാചരണ പരിപാടി നടത്തി. ആലപ്പുഴ ജനറൽ ആശുപത്രി OP ബ്ലോക്ക് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ
5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളി മരുന്ന് നൽകി HSLAM MLA പൾസ് പോളിയോ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് J. വെങ്കടാചലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവകുപ്പ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ K. വേണുഗോപാൽ, റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ, മുൻ RMO ഡോക്ടർ M. ആശ, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ M. പ്രവീൺ, അസിസ്റ്റന്റ് RMO ഡോക്ടർ TF. ധന്യ, റോട്ടറി ക്ലബ് സെക്രട്ടറി അനിൽ S. പൈ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിജോ, ക്ലബ് ഡയറക്ടർമാരായ ഡോക്ടർ പ്രശാന്ത് ജേക്കബ്, സോളമൻ വർഗീസ്, KP. ഹരൻ ബാബു, അനിത നായർ, RR. ബാബുജി എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങൾക്ക് നൽകുന്ന 15ാമത് വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പ് കൈമാറി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിയുടെ ഭാഗമായ ജലസേചന ആവശ്യങ്ങൾക്കായി പാടശേഖരങ്ങൾക്ക് നൽകുന്ന 15ാമത് വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പ് കൈമാറി. 230 ഏക്കർ വരുന്ന പുറക്കാട് കൊച്ചുപുത്തൻകരി പാടശേഖരത്തിനാണ് 12.72 ലക്ഷത്തോളം രൂപ ചെലവിൽ പമ്പ് സ്ഥാപിച്ചു നൽകിയത്. പുതുതായി സ്ഥാപിച്ചു നൽകിയ പമ്പിന്റെ ഉദ്ഘാടനം HSLAM MLA നിർവഹിച്ചു. മോട്ടോർ തറയ്ക്ക് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി. പുറക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി, സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ അജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ G. വേണുലാൽ, സതി രമേശ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ C. രഞ്ജു, കൃഷി ഓഫീസർ R. ശ്രീരമ്യ, കൃഷി അസിസ്റ്റന്റ് PS. പൂജ, പാടശേഖര സമിതി സെക്രട്ടറി വർഗീസ് മാന്തറ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് തോട്ടപ്പള്ളി ഡിവിഷൻ അംഗം R. ഉണ്ണി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നമ്മൾ വെള്ളം കയറ്റുന്ന രീതി ആണ് നേരത്തെ ഉള്ളത്. ഇപ്പോഴും ഭൂരിപക്ഷ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. വെട്ടിയമ്പറയാകുമ്പോൾ എല്ലാ വർഷവും സീസൺ കഴിയുമ്പോൾ ഊരി അത് പണിത് നെയ്തേച്ച് വീണ്ടും ഇറക്കി അതിൻ്റെതായ ഒരു ചെലവെല്ലാ സമയത്തും ആവർത്തിച്ച് പാടശേഖര സമിതികൾക്ക് വരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഉള്ളത്. അങ്ങനെയാണ്. അപ്പം അത്തരം ഒരു രീതി മാറി വളരെ ഒരു സമീപ സമയത്താണ് ഇത്തരം ഒരു പുതിയ തരത്തിലേക്കുള്ള പമ്പ് നമ്മുടെ പാടശേഖരത്തിൽ വരാൻ തുടങ്ങി. ഇപ്പോൾ കായൽ നിലങ്ങളിലൊക്കെ അതിപ്പോൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇത്തരം ഒരു പമ്പിന്റെ പ്രോജക്റ്റ് വെക്കുന്നത്. അന്ന് ആ പദ്ധതി വെച്ചിട്ട് ജില്ലാ ആസൂത്രണ സമിതിയിൽ അത് കൊടുക്കുമ്പോൾ ജില്ലയിൽ അംഗീകാരം കിട്ടിയില്ല. കാര്യം മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതി വഴി 566 വീടുകൾ നിർമ്മിച്ചു നൽകിയതായും MLA കൂട്ടിച്ചേർത്തു. ആക്ഷേപങ്ങൾക്ക് ഇടവരുത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തിയ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി എന്തെല്ലാമാണ് പൂർത്തീകരിക്കാനുള്ളത്, അതെങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും, ഇതാണ് നമ്മൾ ഈ വികസന സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികാര വികേന്ദ്രീകരണമൊക്കെ വന്ന് ജനങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ അധികാരങ്ങളൊക്കെ നൽകി ഗ്രാമസഭകൾ അടക്കമുള്ളവ സംഘടിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഒട്ടനവധി വരുന്ന ആശയങ്ങളും ഇടപെടലുകളുമെല്ലാം ഈ വികേന്ദ്രീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ സംസ്ഥാനം. ലൈഫ് ഭവന പദ്ധതി വഴി 687 കുടുംബങ്ങൾക്ക് വീട് അനുവദിച്ചതായും ഇതിൽ 566 പേരുടെ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു നൽകിയതായും സദസ്സിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ 37 കുടുംബങ്ങളെ അതിദാരിദ്ര്യ മുക്തമാക്കി. മുഴുവൻ കിടപ്പ് രോഗികൾക്കും എല്ലാ മാസവും വീട്ടിലെത്തി പരിശോധനയും ചികിത്സയും ലഭ്യമാക്കുന്നതായും വികസന സദസ്സിൽ ചൂണ്ടിക്കാട്ടി. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത അധ്യക്ഷത വഹിച്ചു. PP ചിത്തരഞ്ജൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത എന്നിവർ ചേർന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയും ലൈഫ് ഭവന പദ്ധതി താക്കോൽ ദാന കർമ്മം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാ തിലകനും നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൈവരിച്ച നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി K. സാബുമോനും സംസ്ഥാന സർക്കാരിന്റെ വികസന രക്ഷാപ്രവർത്തനങ്ങൾ റിസോഴ്സ് പേഴ്സൺ G. വിനോദ് കുമാറും അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP ഷാജി ഓപ്പൺ ഫോറം നയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ്, പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാലിന്യമുക്തം നവകേരളം കർമ്മ പരിപാടിയുടെ ഭാഗമായി ഈ മാലിന്യ ശേഖരണത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ MLA HSLAM നിർവഹിച്ചു.
മാലിന്യമുക്ത നവകേരളം കർമ്മ പരിപാടിയുടെ ഭാഗമായി ഈ മാലിന്യ ശേഖരണത്തിന് തുടക്കമായി. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇസ്ലാം MLA നിർവഹിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ, നവകേരള മിഷൻ, ക്ലീൻ കേരള കമ്പനി എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 17 വാർഡുകളിലും ഇതേ ദിവസം ഈ മാലിന്യ ശേഖരണം പൂർത്തിയാക്കി. ഈ മാലിന്യത്തിന് ഹരിതകർമ്മസേനയ്ക്കും ഇവ നൽകുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നിശ്ചിത തുക നൽകിയാണ് ക്ലീൻ കേരള കമ്പനി മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സന്തോഷ് മാത്യു, ക്ലീൻ കേരള കമ്പനി സെക്ടറൽ ഓഫീസർമാരായ SJN, ലിജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുലഭ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശൻ, ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ഷൈജി സുരേഷ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ജൂഡി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോഷി സെബാസ്റ്റ്യൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നമ്മളെല്ലാം വ്യക്തിപരമായ ഒരു ശുദ്ധിയിൽ വളരെ നന്നായി ശ്രദ്ധിക്കും. പക്ഷെ പരിസര ശുചിത്വ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പുറകിലായിരുന്നു. അത് ഇപ്പോൾ ഒരുപാട് നമ്മൾ മാറി. നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് ഇതുപോലെയുള്ള ഗവൺമെന്റിന്റെയും തദ്ദേശഭരണ സ്ഥാപനത്തിന്റെയും സർക്കാരിന്റെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഒരു നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശീലങ്ങളിൽ തന്നെ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയത്. ഇപ്പൊ കേരളത്തെ ഗവൺമെന്റ് തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് 2-3 മുദ്രാവാക്യം ഇത്തിരി മോശം തോന്നുന്നു കേട്ടാൽ. സാധാരണ ഭംഗിയുടെ മുദ്രാവാക്യം എല്ലാം തോന്നുന്നു. വലിച്ചെറിയൽ മുക്ത കേരളം എന്നൊരു മുദ്രാവാക്യം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു കുറവ് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചാലേ ആ കുറവ് പരിഹരിക്കും. സ്വതന്ത്ര ഫലസ്തീൻ രൂപീകരിക്കുന്നതുവരെ ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര സൈനിക ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ രാജ്യം തയ്യാറാകണമെന്ന പ്രമേയവുമായി PDP ആലപ്പുഴ മുല്ലാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. മർദ്ദിതരോടൊപ്പം ഗസയുടെ നൊമ്പരം നെഞ്ചിലേറ്റുക എന്ന സന്ദേശമുയർത്തി PDP ആലപ്പുഴ മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കർഗ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ റാലി പുലയൻ വഴി ജംഗ്ഷന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം PDP സംസ്ഥാന ഉപാധ്യക്ഷൻ മാഹിൻ ബാദുഷാ മൗലവി ഇടുക്കി ഉദ്ഘാടനം ചെയ്തു. PTUC സംസ്ഥാന ഉപാധ്യക്ഷൻ ഗഫൂർ കോയമോൻ സമ്മേളന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. PDP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM രാജ മുഖ്യപ്രഭാഷണം നടത്തി. PDP മുൻ ജില്ലാ സെക്രട്ടറി അൻസാരി ആലപ്പുഴ പ്രമേയം അവതരിപ്പിച്ചു. PDP ആലപ്പുഴ ടൗൺ പ്രസിഡന്റ് ഹാരിസ് കോയാക്കുട്ടി, ഹാഷിം മുല്ലാത്ത്, സജീർ ബാഷ, ഷാനവാസ് മുല്ലാത്ത്, ഷിഹാബ് മണ്ണഞ്ചേരി, അഫ്സി ചുങ്കം, ഹമീദ് കുട്ടി, ഹാരിസ് പുന്നപ്ര, അഷ്കർ, യാസർ, അഹമ്മദ് കബീർ, ഫൈസി ലജ്നത്ത് എന്നിവർ സംസാരിച്ചു. സ്വതന്ത്ര ഫലസ്തീൻ രൂപീകരിക്കുന്നതുവരെ ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര സൈനിക ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് യോഗം പ്രമേയത്തിലൂടെയും ആവശ്യപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് നടത്തിയ ഇസ്രായേലിലെ ആക്രമണത്തെ തുടർന്നാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ, അതുമുതലാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ, അതുമുതലാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ ഇസ്രായേൽ അവിടെ നായകനും ഹമാസ് അവിടെ വില്ലനുമാണ്. അതേസമയം അതിന് തൊട്ടുമുമ്പുള്ള 2023 ജനുവരി 26-ന് നടന്ന സംഭവത്തെ പറ്റിയും അതിനു മുമ്പായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യണം. 2023 ജനുവരി മാസം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടയത്തിനുള്ള വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ എല്ലാ ഭൂമിയും ഡിജിറ്റലായി അളക്കുമ്പോൾ അത്യാധുനികമായിട്ടുള്ള സർവേ ഉപകരണങ്ങൾ അതിനു വേണ്ടി വേണം എന്ന് ആലോചിച്ചു. എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ പൂർണ്ണതോതിലാകുന്നതോടെ ഭൂമി കൈമാറ്റത്തിലെ തർക്കങ്ങൾ ഇല്ലാതാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അഭിപ്രായപ്പെട്ടു. പുറക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
പൊതുജനാരോഗ്യം എന്നത് ഒരു അജണ്ടയില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഹോമിയോപ്പത്സ് കേരളയുടെ 107ാമത് സംസ്ഥാന ശാസ്ത്ര സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് PP ചിത്തരഞ്ജൻ MLA. പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതി വഴി 566 വീടുകൾ നിർമ്മിച്ചു നൽകിയതായും MLA. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.